ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്ന ടോപ്പിക്കാണ്. ഇത് സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി സെൻസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ല. സെൻസേഴ്സ് ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചില്ല. ഒരു 7-8 ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതിന് മുന്നേ ഈ സെൻസേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് ആക്ച്വലി തിയറി ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് 10 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ് ഈ സംഭവം എന്ന് പറയാം. നമ്മൾ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു സിസ്റ്റത്തിന് 2 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റും സ്റ്റഡി സ്റ്റേറ്റും. ഒരു ഫൈനൽ ഇയർ മെക്കാനിക്കൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണിഫോം കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ചേഞ്ചസ് ഒന്നും വരുന്നില്ല, സ്റ്റേബിളായിട്ട് യൂണിഫോം ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സഡനായിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്ന സിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ ആ കണ്ടീഷനെയാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും സഡനായിട്ട് വേരിയേഷൻസ് ഉണ്ടാവുന്ന സ്റ്റേറ്റിനെയാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിന് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റും സ്റ്റഡി സ്റ്റേറ്റും ഉണ്ടാകും. ഈ സ്റ്റഡി സ്റ്റേറ്റിൽ ഒരു സിസ്റ്റം സ്റ്റഡി സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും മെഷർമെൻ്റ് എടുക്കാനായിട്ട് സെൻസർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സമയത്ത് സെൻസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റഡി സ്റ്റേറ്റിൽ ഒരു സെൻസർ ഉപയോഗിക്കുമ്പോൾ ആ സെൻസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അതേസമയം ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിലാണ് ആ സെൻസർ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സമയത്തെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയും. അപ്പോൾ സെൻസർ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. സ്റ്റഡി സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന സെൻസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയും. ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു സെൻസർ നല്ല സെൻസർ എന്ന് പറയുകയാണെങ്കിൽ ആ സെൻസർ ഈ 2 സ്റ്റേറ്റിലും ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന സെൻസർ ആയിരിക്കണം. 2 സ്റ്റേറ്റിലും ഒരേപോലെ കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ സാധിക്കുന്ന, കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന സെൻസേഴ്സിനെയാണ് സാധാരണ നല്ല സെൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൽ മാത്രം യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെൻസർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൽ മാത്രമേ ആ സെൻസർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സെൻസർ സ്റ്റഡി സ്റ്റേറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സെൻസർ ആയാൽ, ഒരു നല്ല സെൻസർ ആണെങ്കിൽ 2 സ്റ്റേറ്റിലും അത് യൂസ് ചെയ്യാൻ സാധിക്കണം. 2 സ്റ്റേറ്റിലും അത് മെഷർമെൻറ്റ് നമുക്ക് തരും. എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വർക്കിംഗ് എന്താണോ അത് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന സെൻസേഴ്സിനാണ് നല്ല സെൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 2 കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, സ്പീഡ് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസർ. സപ്പോസ് ഇപ്പം വെഹിക്കിൾ ഒരു 40 km/h മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്തെടുക്കാനുള്ള അതേ സെൻസർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ 40 km/h കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് മെഷർ ചെയ്തെടുക്കുന്ന സെൻസർ ഉപയോഗിച്ചാണ് അതേ സെൻസർ ഉപയോഗിച്ച് തന്നെയാണ് ആ വെഹിക്കിൾ റെസ്റ്റ് പൊസിഷനിൽ നിന്നും അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴുള്ള സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേ സെയിം സെൻസർ തന്നെയായിരിക്കും. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. പക്ഷേ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്. അതായത് അതിൻ്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് പൊസിഷനിൽ അതിൻ്റെ സ്പീഡ് 0 ആയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും 10, 20, 30, 40 എന്ന് പറഞ്ഞ് സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ കൂടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് മെഷർ ചെയ്തെടുക്കുന്ന സെൻസർ ഉപയോഗിച്ച് തന്നെയാണ് ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെഹിക്കിളിൻ്റെ സ്പീഡും മെഷർ ചെയ്തെടുക്കുന്നത്. രണ്ടിനും സെപ്പറേറ്റ് സെൻസർ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്, രണ്ടിനും സെയിം സെൻസർ ഉപയോഗിച്ച് തന്നെയാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിലും സ്റ്റഡി സ്റ്റേറ്റിലും സെയിം സെൻസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സെൻസറാണ് സത്യം പറഞ്ഞാൽ നല്ല സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 16 എണ്ണം ഉണ്ട്. നമ്മുടെ എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഞാൻ ഈ പോർഷൻസ് എടുത്തത്. എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എയർ വാക്കിൻ്റെ ടെക്സ്റ്റിൽ നോക്കിയാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണെന്ന് ഈസിയായിട്ട് കിട്ടും. ഒരു 16 എണ്ണമുണ്ട് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 3-4 എണ്ണമേ ഉള്ളൂ. അത് നമ്മൾ മിക്കവാറും അടുത്ത വീഡിയോയിൽ എടുക്കത്തുള്ളൂ. 3-4 എണ്ണമേ ഉള്ളൂ, അത് കുറച്ചേ ഉള്ളൂ.
ഇത് രണ്ടും കൂടെ ചേർത്തായിരിക്കും മിക്കവാറും എക്സാമിന് 10 മാർക്കിന് ചോദിക്കുന്നത്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറയുന്നത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് 10 മാർക്കിന് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. 16 എണ്ണമുണ്ട്. 16 എണ്ണത്തിന് ഒരു 14 എണ്ണം പഠിച്ചുകൊണ്ട് പോയാൽ ഒരു 10 എണ്ണമെങ്കിലും ഓർമ്മ നിൽക്കും എന്ന് കരുതാം. ഈസി ആയിട്ടുള്ള ഒരു 10 എണ്ണം നിങ്ങൾ എന്തായാലും എക്സാമിന് എഴുതി വയ്ക്കുക. ഈ കാണുന്നത് തന്നെ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും എന്താണെന്ന്. ഇത് എല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇത് ഓരോന്നായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഇതിൽ മിക്കതും നിങ്ങളുടെ മെട്രോളജി, കഴിഞ്ഞ സെമസ്റ്ററിലെ മെട്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും. റിലേറ്റഡ് ടു മെഷറിങ് എക്യുപ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതെല്ലാം ആൾറെഡി നിങ്ങൾ മെട്രോളജി എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്. എന്നാലും ഞാൻ വളരെ ചെറുതായിട്ട് സിമ്പിളായിട്ട് ഈ 16 എണ്ണം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അന്ന് പഠിക്കാൻ ചിലപ്പോൾ 3-4 എണ്ണം, ഇതിലേതെങ്കിലും ഒരു 3-4 എണ്ണം നിങ്ങൾ പഠിക്കാത്തതായിട്ട് ഉണ്ടായെന്നിരിക്കാം. അത് മാത്രം നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും. എന്നാലും ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് ഓരോന്നായിട്ട്. ആദ്യം ആക്യുറസി എന്താണെന്ന്. ഈ ആക്യുറസി എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും. ആക്യുറസി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഒരു ബോഡി 60 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ബോഡിയുടെ ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളൊരു തെർമോമീറ്റർ അല്ലെങ്കിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് ആ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്തെടുക്കുകയാണ്. ആ മെഷർ ചെയ്യുമ്പം 60 ഡിഗ്രി എന്ന് തന്നെ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അത് ആക്യുറേറ്റ് മെഷർമെൻറ്റ് എന്നാണ്. അതിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ, അതായത് ആ സെൻസർ എന്ന് പറയുന്നത് ആക്യുറേറ്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം 60 ഡിഗ്രി സെൽഷ്യസ് തന്നെ കിട്ടുകയാണെങ്കിൽ. അതേസമയം 60 ഡിഗ്രി സെൽഷ്യസ് അല്ല, വേറെ ഒരു വാല്യൂ ആണ് നമുക്ക് മെഷർ ചെയ്യുമ്പം കിട്ടുന്നതെങ്കിൽ, 55 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുമ്പം കിട്ടുന്നതെങ്കിൽ അത് ആക്യുറേറ്റ് അല്ല എന്ന് നമുക്ക് പറയാം. കാരണം ആ ബോഡി 60 ഡിഗ്രി സെൽഷ്യസിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷർ ചെയ്യുമ്പോൾ 55 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാല്യൂ ഇനാക്യുറേറ്റ് ആണ്, ആ സെൻസറിങ് എക്യുപ്മെൻറ്റ് ഇനാക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ആക്ച്വൽ വാല്യൂ തന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, ആ സെൻസർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ആ സെൻസർ ആക്യുറേറ്റ് എന്ന് പറയാം. അതല്ല ഡിഫറൻ്റ് ആയിട്ടൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇനാക്യുറേറ്റ് എന്നും പറയാം. ഇനി അടുത്ത പ്രിസിഷൻ എന്ന് പറയുന്ന സംഭവം. ഈ പ്രിസിഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നത് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോഴാണ്, ഒന്നിൽ കൂടുതൽ റീഡിങ്സ് എടുക്കുമ്പോഴാണ് ഈ പ്രിസിഷൻ എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത്. സപ്പോസ് ഇതേപോലെ തന്നെ ഒരു ബോഡി 60 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു സെൻസർ ഉപയോഗിച്ച് ആദ്യം ഒരു മെഷർമെൻറ്റ്, ആദ്യത്തെ റീഡിങ് എടുക്കുമ്പോഴേക്കും 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ റീഡിങ് എടുക്കുമ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്നു. മൂന്നാമത്തെ റീഡിങ് എടുക്കുമ്പോഴും 60 ഡിഗ്രി സെൽഷ്യസ് തന്നെ കിട്ടുന്നു. ആ സെയിം സെൻസർ ഉപയോഗിച്ച് തന്നെ 3 തവണ റീഡിങ് എടുത്തപ്പോഴും 60 ഡിഗ്രി സെൽഷ്യസ് തന്നെ കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റീഡിങ് പ്രിസൈസ് ആണ് എന്നാണ്. അതായത് ഒരേ വാല്യൂസ് തന്നെ റീഡിങ്സിൽ കിട്ടി, മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തപ്പോഴും ഒരേ വാല്യൂസ് തന്നെ കിട്ടിയെങ്കിൽ, ഒരേ ഔട്ട്പുട്ട് തന്നെ കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഔട്ട്പുട്ട് പ്രിസൈസ് ആണ് എന്നാണ്. എന്നാൽ അതേസമയം ആദ്യം റീഡിങ് എടുത്തപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടി, രണ്ടാമത് റീഡിങ് എടുത്തപ്പോൾ 58 എന്ന് കിട്ടി, മൂന്നാമത് റീഡിങ് എടുത്തപ്പോൾ 63 എന്ന് കിട്ടി. അപ്പോൾ അതായത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തപ്പോൾ കിട്ടിയത്, ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ എക്യുപ്മെൻറ്റ് നോട്ട് പ്രിസൈസ് എന്ന് പറയാം, അവിടെ പ്രിസിഷൻ ഇല്ല. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ 60 ഡിഗ്രി സെൽഷ്യസ് പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല അതാണോ കറക്റ്റ് മെഷർമെൻ്റ് എന്ന്. നമുക്ക് 60 ഡിഗ്രിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരിക്കാം. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആദ്യം 60 കിട്ടുന്നു, പിന്നെ 58 കിട്ടുന്നു, പിന്നെ 63 കിട്ടുന്നു. ഇതിലേതാണ് കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ നോട്ട് പ്രിസൈസ് എന്ന് പറയാം. അതായത് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് വരികയാണെങ്കിൽ നോട്ട് പ്രിസൈസ് എന്ന് പറയാം. അതേസമയം മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ, മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോൾ സെയിം വാല്യൂ തന്നെ വരികയാണെങ്കിൽ അത് പ്രിസൈസ് എന്നും പറയാം. അപ്പം ഈ ആക്യുറസിയും പ്രിസിഷനും തമ്മിൽ ക്ലിയർ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേസ് നോക്കുക, 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ആക്ച്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് കരുതുക. നമ്മൾ മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തു, 3 റീഡിങ്സ് എടുത്തപ്പോൾ 60 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ എക്യുപ്മെൻറ്റ് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് എന്ന് പറയാം. അതേസമയം നമ്മൾ റീഡിങ് എടുത്തപ്പോൾ 55 ഡിഗ്രി, ആദ്യത്തെ റീഡിങ്ങിന് 55 കിട്ടി, സെക്കൻഡ് റീഡിങ്ങിന് 55 കിട്ടി, തേർഡ് റീഡിങ്ങിന് 55 കിട്ടി. അതായത് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തപ്പോൾ സെയിം വാല്യൂസ് തന്നെ കിട്ടി, പക്ഷേ റോങ് ആയിട്ടുള്ള വാല്യൂ ആണ്, 60ക്ക് പകരം 55 ആണ് കിട്ടിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ എക്യുപ്മെൻറ്റ് പ്രിസൈസ് ആണ് ബട്ട് ഇനാക്യുറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രിസൈസ് ആണെന്ന് പറയാൻ കാര്യം സെയിം വാല്യൂ തന്നെ മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തപ്പോൾ സെയിം വാല്യൂസ് തന്നെ നമുക്ക് കിട്ടി, അതുകൊണ്ട് അത് പ്രിസൈസ് ആണെന്ന് പറയാം. പക്ഷേ ഇനാക്യുറേറ്റ് ആണ്, കാരണം ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 60 ആണ്. ആ 60 മെഷർ ചെയ്തപ്പോൾ 55 കിട്ടിയുള്ളൂ. അപ്പോൾ ഈ സിനാരിയോ ആണെങ്കിൽ പ്രിസൈസ് ആണ് പക്ഷേ ഇനാക്യുറേറ്റ് ആണെന്ന് പറയാം. ഇവിടുത്തെ കേസാണെങ്കിൽ പ്രിസൈസും ആണ് ആക്യുറേറ്റും ആണ്, കാരണം ഈക്വൽ വാല്യൂസ് തന്നെ കിട്ടുകയും ചെയ്തു, അതേസമയം ആക്ച്വൽ വാല്യൂ എന്താണോ അതേ റീഡിങ് തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് എന്ന് പറയാം.
ഡിഫറെൻറ്റ് വാല്യൂസ് അതേസമയം സെയിം വാല്യൂസാണ് കിട്ടിയത്, പക്ഷേ ആക്ച്വൽ വാല്യൂ അല്ല കിട്ടിയത് എങ്കിൽ അതിന് പ്രിസൈസ് ആൻഡ് ഇനാക്യുറേറ്റ് എന്നും പറയാം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ, പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഈ പ്രിസിഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നത് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോഴാണ് പ്രിസിഷൻ എന്ന് പറയുന്ന ആ ഫാക്ടർ വരുന്നത്. മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോൾ ഒരേപോലുള്ള റീഡിങ്സ് ആണ് കിട്ടുന്നതെങ്കിലാണ് നമ്മൾ ആ എക്യുപ്മെൻറ്റ് പ്രിസൈസ് എന്ന് പറയുന്നത്. ഇവിടെയും എക്യുപ്മെൻറ്റ് പ്രിസൈസ് തന്നെയാണ്, ഈ കേസിലും എക്യുപ്മെൻറ്റ് പ്രിസൈസ് തന്നെയാണ്. കാരണം മൾട്ടിപ്പിൾ റീഡിങ്സ് എടുത്തപ്പോൾ സെയിം വാല്യൂസ് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് പ്രിസൈസ് എന്ന് പറയും. പക്ഷേ അത് ആക്യുറേറ്റ് ആവണമെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്താണോ അത് തന്നെ റീഡിങ്സിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് ആക്യുറേറ്റ് എന്ന് പറയുള്ളൂ. അതാണ് പ്രിസിഷനും ആക്യുറസിയും എന്ന് പറയുന്ന സംഭവങ്ങൾ. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറയുന്ന സംഭവം. ഇത് ആക്ച്വലി നമ്മുടെ പ്രിസിഷൻ എന്ന് പറയുന്ന സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറയുന്ന കാര്യം. ഇതിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഇതും മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുമ്പോഴുള്ള കാര്യമാണ് ഈ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുന്നത് പല സിനാരിയോസിലായിരിക്കും, അല്ലെങ്കിൽ പല എൻവറോൺമെൻറ്റിലോ പല അറ്റ്മോസ്ഫിയറിലോ പല സിറ്റുവേഷനിലോ ആയിരിക്കും മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുന്നത്. അങ്ങനെ പല സിറ്റുവേഷനിലും അല്ലെങ്കിൽ പല എൻവറോൺമെൻറ്റിലും നമ്മൾ റീഡിങ്സ് എടുക്കുമ്പോൾ ആക്ച്വലായിട്ടുള്ള റീഡിങ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സപ്പോസ് ഇപ്പം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു, ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. നമ്മൾ രാവിലെ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടുന്നു, രാത്രി അത് മെഷർ ചെയ്യുമ്പോഴും 60 എന്ന് കിട്ടുന്നു. ഈ രാവിലെയും രാത്രി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ആണ്. മേ ബി നമ്മൾ ഔട്ട്സൈഡുള്ള ഒരു ബോഡിയുടെ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചു, റൂമിൻ്റെ അകത്തല്ല, റൂമിന് പുറത്തുള്ളത്. അപ്പോൾ രാവിലെയും രാത്രി എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സമയത്തും ആ ബോഡിയുടെ ടെമ്പറേച്ചർ 60 എന്ന് തന്നെ നമ്മൾ സെൻസറിൽ റീഡ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആ ഫാക്ടറാണ് റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറയുന്നത്. പല പല സിറ്റുവേഷനിലും ആ വാല്യൂ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ കേപ്പബിലിറ്റിയാണ് റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് റിപ്പീറ്റബിലിറ്റി ആൻഡ് റീപ്രൊഡ്യൂസബിലിറ്റി. പിന്നെയുള്ളത് എറർ. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ് ഈ എറർ എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് ആൾജിബ്രായിക് ഡിഫറൻസ്, ഒരു ആക്ച്വൽ വാല്യൂ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂവും തമ്മിലുള്ള ആൾജിബ്രായിക് ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ടി എന്ന് ഉദ്ദേശിക്കുന്ന ട്രൂ വാല്യൂ, അതായത് ആക്ച്വൽ ആയിട്ടുള്ള ബോഡിയുടെ എന്താണെന്ന് വെച്ചാൽ മെഷർ, ഇത് എം എന്ന് ഉദ്ദേശിക്കുന്ന മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂ. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കേസിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ആക്ച്വൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് മെഷർ ചെയ്തപ്പോൾ 58 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കിട്ടിയത്. അതായത് എറർ എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 60 - 58, ആക്ച്വൽ ടെമ്പറേച്ചർ എന്താണോ മൈനസ് മെഷർ ചെയ്തെടുത്ത വാല്യൂ എന്താണോ അതിൻ്റെ ഡിഫറൻസിനെയാണ് 2 എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആവാം നെഗറ്റീവും ആകാം. ഇപ്പോൾ മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂ 62 ആണ് എങ്കിൽ ഈ എറർ എന്നുള്ളത് -2 ആയിട്ട് വരും. കാരണം 60 - 62 എന്നാണ്, അപ്പോൾ ഒരു -2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എറർ എന്നുള്ളത് നെഗറ്റീവ് സൈഡിലായിരിക്കാം. അപ്പോൾ ഈ ആൾജിബ്രായിക് ഡിഫറൻസ് ആക്ച്വൽ ആയിട്ടുള്ള, അതായത് ട്രൂ വാല്യൂ മെഷർ ചെയ്തെടുക്കുന്ന ആ റീഡിങ്ങുമായിട്ടുള്ള ആ ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മാക്സിമം എറർ കുറഞ്ഞിരിക്കണം, എന്നാലേ എക്യുപ്മെൻറ്റ് ആക്യുറേറ്റ് ആകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതാണ് എറർ എന്ന് പറയുന്നത്. അടുത്തത് റിലയബിലിറ്റിയും സ്റ്റെബിലിറ്റിയും. ഇത് ഏകദേശം ഒരേപോലെ വരുന്ന രണ്ട് സംഭവങ്ങളാണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റ് എത്ര കാലത്തോളം അത് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, എററൊന്നും ഇല്ലാതെ, റോങ് റീഡിംഗ് ഒന്നും തരാതെ എത്ര നാളത് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ആ ഒരു ഫാക്ടറിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എത്ര കാലത്തോളം കറക്റ്റ് ബെസ്റ്റ് പെർഫോമൻസിൽ അത് വർക്ക് ചെയ്യുന്നു, കറക്റ്റ് റീഡിങ് ആ സെൻസർ കാണിക്കുന്നു, അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ചില ബ്രാൻഡ്സിൻ്റെ, നമ്മുടെ തെർമൽ സ്കാനറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ചിലപ്പോൾ ചില ചീപ്പ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഉണ്ട്. അത് നമ്മൾ എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാലും അത് മേ ബി 1 മന്തോ 2 മന്ത്സോ ഒക്കെ ഇരിക്കത്തുള്ളൂ. അത് എന്ന് അടിച്ചു പോകുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് റിലയബിലിറ്റി വളരെ കുറവ് എന്ന് പറയാൻ സാധിക്കും. ആ ബ്രാൻഡിൻ്റെ ചില ഡിവൈസസ് 1 മാസം ഇരിക്കും, അതേ ചില ഡിവൈസസ് ചിലപ്പോൾ 2 മാസം ഇരിക്കത്തുള്ളൂ. അപ്പം അതിന് തന്നെ ഒരു റിലയബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എപ്പോൾ അടിച്ചു പോകും എന്ന് നമുക്ക് ഉറപ്പില്ല. മേ ബി 2 വീക്സ് കഴിയുമ്പോൾ അടിച്ചു പോയെന്നിരിക്കും, ചിലപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടിച്ചു പോകുന്നത്, വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പം അങ്ങനത്തെ കേസിനാണെങ്കിൽ റിലയബിൾ അല്ല എന്ന് പറയാം. അതേസമയം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡിൻ്റെ ആണെങ്കിൽ മേ ബി 2-3 വർഷത്തോളം ആ ഡിവൈസ് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഹൈ റിലയബിലിറ്റി എന്ന് പറയും. അപ്പം എത്ര കാലത്തോളം അത് ബെസ്റ്റ് പെർഫോമൻസിൽ എററൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്, ആക്യുറേറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു, ആ സെൻസർ വർക്ക് ചെയ്യുന്നു, അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ റിലയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ബേസിക്കലി 2-3 ഫാക്ടേഴ്സിലാണ്. ഒന്ന്, ആ ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ,
നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചാണ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനാവശ്യമുള്ള ലയബിലിറ്റി കാണും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ കമ്പനി എടുത്തിരിക്കുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയുടെ പ്രോഡക്ട്സിന് ലയബിലിറ്റി കൂടുതലായിരിക്കും, കൂടുതൽ കാലം വർക്ക് ചെയ്യും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ്. അതായത് ആ ഉപയോഗിച്ച് തുടങ്ങിയാലും അത് പീരിയോഡിക്കലായിട്ട് ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പം അത് കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. അത് പൊടിയൊക്കെ ഡസ്റ്റൊക്കെ എല്ലാം മാറ്റി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പീരിയോഡിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ അത് കൂടുതൽ കാലം നിലനിൽക്കും. അതായത് എത്ര കാര്യമായിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂടുതൽ കാലം അത് നിലനിൽക്കും. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഈ റിലയബിലിറ്റി എന്ന് പറയുന്ന സംഭവം പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്ന് പറയാം. റിലയബിലിറ്റി സാധാരണ പെർസെൻറ്റേജിലൊക്കെയാണ് അത് കാണിക്കുന്നത്. 90% റിലയബിൾ അല്ലെങ്കിൽ 50% റിലയബിൾ എന്നൊക്കെ പറയും. അപ്പോൾ അത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടേം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിട്ട് ആ സെൻസർ വർക്ക് ചെയ്യണം കൂടുതൽ കാലം. അത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പീരീഡ്, കമ്പനി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പീരീഡ്, അതായത് ഒരു ലൈഫ് കമ്പനി എക്യുപ്മെൻറ്റിന് പറഞ്ഞിരിക്കും, മേ ബി 1 ഇയർ 2 ഇയർ അപ്പോൾ അത്രയും നാൾ അത് സ്റ്റേബിളായിട്ട് അത് പെർഫോം ചെയ്യണം, സ്റ്റേബിളായിട്ട് റീഡിങ് കാണിക്കണം, അതിന് കറക്റ്റായിട്ട് പെർഫോമൻസ് പറഞ്ഞ ആ ഫസ്റ്റ് ഡേ ഉള്ള പെർഫോമൻസ് അതുപോലെ തന്നെ അത് 1 വർഷം കഴിഞ്ഞാലും അതേ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ വേഗമായിട്ട് കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയും. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡൊന്നും അല്ല ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചാണ് റിലയബിലിറ്റി എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി എന്നുള്ളത് കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടേമാണ്. അവർ പറയുന്ന പെർഫോമൻസ്, കമ്പനി ക്ലെയിം ചെയ്യുന്ന പെർഫോമൻസ് അത്രയും നാൾ അത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നു, അതിനെയാണ് സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതാണ് സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും. ഈ സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഏകദേശം ഒരേപോലെ വരും. ഞാനിവിടെ ടേബിൾ കാണിച്ചിട്ടുള്ളതും രണ്ടും ഒരേ ടേബിൾ തന്നെയാണ്. ഈ ടേബിൾ തന്നെയാണ് ആക്ച്വലി ഈ ടേബിൾ, രണ്ടും ഒരേ വാല്യൂസ് തന്നെയാണ്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇത് രണ്ടും പറയുന്നത്. ആദ്യം നമുക്ക് സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറയാം. ഇത് ശ്രദ്ധിക്കുക, ഇത് രണ്ടിനും 2 സെൻസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. ഈ സെൻസിറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസർ ഉപയോഗിച്ചല്ല ഈ റെസൊല്യൂഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. രണ്ടും 2 സെൻസറാണെന്ന് നിങ്ങൾ കരുതുക. എന്നിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ആണല്ലോ മെഷർ ചെയ്യേണ്ടത്. എത്ര ചെറിയ വേരിയേഷനാണ് അതിന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ കേപ്പബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എത്ര ചെറിയ വേരിയേഷനാണ് മെഷർ ചെയ്യേണ്ട ആ സംഭവത്തിൻ്റെ എത്ര ചെറിയ വേരിയേഷൻ വരെ അതിന് സെൻസ് ചെയ്യാൻ സാധിക്കും എന്നതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഒരു ബോഡി അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 60 ആണ്. 60യിൽ നിന്ന് അത് ഗ്രാജുവലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 60 ആയിരുന്നു, അത് 60.1 ആയി, 60.2 ആയി, 60.3 ആയി, അതിങ്ങനെ ഗ്രാജുവലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചറും റിയൽ ടൈം മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 60യിൽ നിന്ന് 60.1, 60.2, 60.3 ആയിട്ടും മെഷർ ചെയ്യുന്ന ആ തെർമോമീറ്ററിന് ആ ഒരു ഡിഫറൻസ് സെൻസ് ചെയ്യാൻ സാധിച്ചില്ല. അതൊരു 60.5 എത്തിയപ്പോഴാണ് അതിന് സെൻസ് ചെയ്യാൻ സാധിച്ചത്. അത് സെൻസ് ചെയ്ത് 60.5 ആയിട്ട് പറഞ്ഞു. അതായത് 0.1, 0.2, 0.3 ഒന്നും അതിന് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സെൻസ് ചെയ്യാൻ ഒരു 0.5 വേരിയേഷനെങ്കിലും വന്നാൽ ആ തെർമോമീറ്ററിന് അല്ലെങ്കിൽ തെർമൽ സ്കാനറിന് ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ ചേഞ്ച് അതിന് സെൻസറിന് സെൻസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വേരിയേഷൻ എന്താണോ അതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതേസമയം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ സെൻസറിന് റീഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ഇതുപോലെ 60യിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുമ്പോൾ 60.1, 60.2 എന്ന രീതിയിൽ ഗ്രാജുവലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറിന് ഒരു ലിമിറ്റേഷനുണ്ട്. ആ സെൻസറിന് 0.5 വെച്ചിട്ട് അതിൻ്റെ റീഡിങ്സ് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് 60 കഴിഞ്ഞാൽ പിന്നെ 60.5 കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ 61 കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ 61.5 കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് 0.5ൻ്റെ ഇൻക്രിമെൻറ്റ്സിൽ അതിൻ്റെ റീഡിങ്സ് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ സ്ക്രൂ ഗേജിലും വെർനിയർ കാലിപ്പറിലും ഒക്കെ LC എന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ അതുപോലൊരു സംഭവമാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറിൽ 60.1, 60.2 ഒന്നും കാണിക്കാൻ സാധിക്കത്തില്ല.
അതായത് 0.5 ഇൻക്രിമെൻസിലേ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ആ സെൻസറിന് കാണിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ, റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറയുന്ന ഇവിടുത്തെ സെൻസറിന് ആക്ച്വലി 60.1, 60.2, 60.3 ഒക്കെ കാണിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് സെൻസ് ചെയ്തില്ല എന്ന സംഭവമാണ്. അത്രയും ചെറിയ വേരിയേഷൻ സെൻസ് ചെയ്യാത്തത് കൊണ്ടാണ് അതിവിടെ കാണിക്കാത്തത്. പക്ഷേ അത് റീഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 60.1, 60.2, 60.3 ഒക്കെ ഇവിടെ കാണിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിന് അത്രത്തോളം സെൻസിറ്റിവിറ്റി ഇല്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ പക്ഷേ സെൻസിറ്റിവിറ്റി പക്ഷേ ഉണ്ടായിരിക്കാം. 60.1, 60.2 ഒക്കെ സെൻസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അത് ഔട്ട്പുട്ട് കാണിക്കാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഏറ്റവും കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്നുള്ളത് 0.5 ആണ്. അപ്പോൾ 60 കഴിഞ്ഞാൽ പിന്നെ അതിന് 60.5 കാണിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ 61 കാണിക്കാൻ സാധിക്കത്തുള്ളൂ. 0.5 ഇൻക്രിമെൻറ്റിൽ അത് വാല്യൂസ് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് റീഡ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും. ഇതിന് എഴുതാനുള്ള എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് എയർവാക്കിൻ്റെ ടെക്സ്റ്റിൽ വായിച്ചാൽ കിട്ടും. എൻ്റെ എക്സാമ്പിൾ മാത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും എന്ന് പറയുന്നത്. അടുത്തത് ത്രെഷോൾഡ് എന്ന് പറയുന്ന സംഭവം. ഈ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസർ ഡിസൈൻ ചെയ്യപ്പോഴേ അതിൽ ചിലപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കും അതിൽ റീഡ് ചെയ്യേണ്ട മിനിമം ഇൻപുട്ട് വാല്യൂ എത്രയാണെന്ന്. ആ മിനിമം ഇൻപുട്ട് വാല്യൂ എത്തിയിട്ട് അത് മുതലേ അത് ആക്ച്വലി റീഡ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ത്രെഷോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുക. ആക്ച്വൽ ടെമ്പറേച്ചർ ഞാൻ ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യുന്ന മെഷേർഡ് ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സെൻസർ ഉപയോഗിച്ച് തന്നെയാണ് സെൻസ് ചെയ്യുന്നത്. മേ ബി ആദ്യം ആ ബോഡിയുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ആ തെർമോ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യപ്പോൾ അതിൽ ഒന്നും സെൻസ് ചെയ്യുന്നില്ല. സംഭവം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ അതിൻ്റെ വാല്യൂ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് 0 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡി സെൻസ് ചെയ്യാൻ നോക്കും, അതിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഔട്ട്പുട്ടൊന്നും കാണിക്കത്തില്ല. 10 ഡിഗ്രി സെൽഷ്യസിലെത്തപ്പോഴും ഔട്ട്പുട്ട് കാണിക്കത്തില്ല. 15 ഡിഗ്രി സെൽഷ്യസിലെത്തപ്പോഴും ആ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച്, അതായത് തെർമോ സ്കാനർ ഉപയോഗിച്ച് സെൻസ് ചെയ്യാനൊക്കത്തില്ല. അത് 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതിൽ റീഡിങ് കാണിച്ചു തുടങ്ങും. കാരണം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മേ ബി 20 ഡിഗ്രി സെൽഷ്യസ് മിനിമം ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ കുറഞ്ഞ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. ചില സെൻസേഴ്സൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മിനിമം ഇൻപുട്ട് വാല്യൂ വേണം അത് സെൻസ് ചെയ്യാനായിട്ട്. അപ്പം അതിനെയാണ് ത്രെഷോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ ബൈക്സിലുള്ള സ്പീഡോമീറ്ററിൻ്റെ കാര്യവും നോക്കാം. മാനുവലായിട്ടുള്ള അനലോഗ് ടൈപ്പായിട്ടുള്ള സ്പീഡോമീറ്റർ നമ്മളിപ്പോൾ ആ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് പോവുകയാണെന്ന് കരുതുക. അതൊരു മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ 0 km/h സ്പീഡിൽ, അതായത് റെസ്റ്റ് പൊസിഷനിൽ റീഡിംഗ് ഒന്നും കാണിക്കത്തില്ലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ സ്പീഡ് നമ്മൾ തള്ളിക്കൊണ്ട് പോകുമ്പോൾ സ്പീഡ് വളരെ ചെറുതായിട്ട് കൂടത്തുള്ളൂ. ഒരു 2 km/h സ്പീഡ് ആകുമ്പോഴും സ്പീഡോമീറ്ററിന് അനക്കമൊന്നും ഉണ്ടാകത്തില്ല. 5 km/h സ്പീഡ് ആകുമ്പോഴും സ്പീഡോമീറ്ററിന് അനക്കമൊന്നും ഉണ്ടാകത്തില്ല. ഒരു 10 km/h സ്പീഡ് ഒക്കെ എത്തുമ്പോഴായിരിക്കും സ്പീഡോമീറ്റർ പതുക്കെ അനങ്ങി 10 എൻ്റെ സ്പീഡെന്ന് എഴുതി കാണിക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ എന്ന് പറയാം. മേ ബി 10ൽ കുറഞ്ഞ സ്പീഡ് സെൻസ് ചെയ്യാനുള്ള കഴിവ് ആ സ്പീഡോമീറ്ററിന് ഇല്ല എന്നുള്ളതുകൊണ്ടാവാം. അത് ഡിസൈൻ ചെയ്ത് അങ്ങനെയല്ല. 10 കിലോമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിലല്ലല്ലോ സ്പീഡോമീറ്റർ എന്തായാലും ഡിസൈൻ ചെയ്യുന്നത്. അതെപ്പോഴും 0ൽ സ്റ്റാർട്ട് ചെയ്യണ രീതിയിൽ തന്നെയായിരിക്കും ഡിസൈൻ ചെയ്തത്. പക്ഷേ 10 കുറഞ്ഞ ഒരു സ്പീഡ് സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ആ സെൻസാണ്. അത് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ എന്ന് പറയാം. അങ്ങനെ ചെറിയ വാല്യൂസ് സെൻസ് ചെയ്യാൻ പറ്റാത്ത ആ കേപ്പബിലിറ്റിയാണ് ഡെഡ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യപ്പോഴേ സെറ്റ് ചെയ്യും ഒരു മിനിമം വാല്യൂ ഇൻപുട്ട് എത്ര വേണം, അത് മുതലേ അത് ചെയ്ത് തുടങ്ങത്തുള്ളൂ. മേ ബി ഈ തെർമോ സ്കാനർ തന്നെ 0 ഡിഗ്രി മെഷർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ബ്രാൻഡ് പർട്ടിക്കുലർലി 20 ഡിഗ്രി സെൽഷ്യസ് മുതലുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിരിക്കും ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് 20 മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ 0 മുതലേ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 0 മുതൽ സെൻസ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എന്തെങ്കിലും പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ കൊണ്ട് ചെറിയ ഇൻപുട്ട് വാല്യൂസ് ചിലപ്പോൾ സെൻസ് ചെയ്യത്തില്ല എന്ന് വരാം. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തപ്പോഴേ അത് സെൻസ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം അതിനെയാണ് ഡെഡ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഇതിപ്പം ടൈമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു സെൻസർ ഓൺ ചെയ്ത് ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ചിലപ്പം റീഡിംഗ് ഒന്നും കാണിക്കത്തില്ല. ആ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് റീഡിംഗ് കാണിച്ച് തുടങ്ങുകയായിരിക്കും. അങ്ങനെ ടൈമിലുള്ള ആ ഡിലേ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഡെഡ് ടൈം എന്നാണ് പറയുന്നത്. ഡെഡ് സ്പേസ് അല്ലെങ്കിൽ ഡെഡ് ടൈം. അതായത് സെൻസർ ഓൺ ചെയ്ത് ഒരു 10 സെക്കൻഡോ 5 സെക്കൻഡോ കഴിഞ്ഞിട്ട് റീഡിംഗ് കാണിച്ച് തുടങ്ങുള്ളൂ എങ്കിൽ അതിന് ടൈമിലായിരിക്കും അത് സ്പെസിഫൈ ചെയ്യുന്ന ഡെഡ് ടൈം എന്ന് പറയും. അതല്ല എങ്കിൽ ചെറിയ ഇൻപുട്ട് വാല്യൂസ് സെൻസ് ചെയ്യാൻ സാധിക്കാത്ത, ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു ഫീച്ചറാണെങ്കിൽ അത് ഡെഡ് സ്പേസ് എന്നാണ് പറയുന്നത്. അതൊരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ത്രെഷോൾഡും ഡെഡ് സ്പേസും. അടുത്തത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ആക്ച്വലി സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് പ്രൊളോങ്ഡ് ആയിട്ടൊരു പീരീഡിൽ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ഉണ്ടാവുന്ന എററിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൻസ് ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. കുറേ നേരത്തേക്ക്, ഒരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് സെയിം ഇൻപുട്ട് വാല്യൂ തന്നെ സെൻസ് ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ടിന്, ആ സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ടിന് ചിലപ്പോൾ എന്തെങ്കിലും എറർ വന്നെന്നിരിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോഡി 60 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അത് 2-3 ദിവസമായിട്ട് ആ 60 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് ഒരു ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം അത് 60 ഡിഗ്രി സെൽഷ്യസ് തന്നെ കാണിക്കും. രണ്ടാമത്തെ ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ 48 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടെമ്പറേച്ചർ. ഒരു 48 hours, 2 ദിവസം കഴിയുമ്പോഴേക്കും അപ്പോഴും 60 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും കാണിക്കുന്ന. ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വരും. ഇൻപുട്ട് മാറിയിട്ടില്ല, അതായത് ആ ബോഡിയുടെ ടെമ്പറേച്ചർ ഇപ്പോഴും 60 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. പക്ഷേ ഇത്രയും ഒരുപാട് നേരം ആയതുകൊണ്ട്, 3 ദിവസം എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, 72 hours എന്തോ, അപ്പോൾ അത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടൈം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ആ സെൻസറിന് എന്തെങ്കിലും ഒരു എറർ സംഭവിക്കാം. 60 എന്നുള്ളത് ചിലപ്പോൾ 62 എന്നൊക്കെ കാണിച്ചു തന്നിരിക്കാം. ഇൻപുട്ട് വാല്യൂവിന് ഒരു മാറ്റവും വരാതെ കുറേ നേരം ആ സെൻസർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും എറർ സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ ആ എററിനെയാണ് ഡ്രിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടോളറൻസ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഇതിൽ മാത്രമല്ല, മെട്രോളജിയിൽ മാത്രമല്ല, ചിലപ്പം മെഷീൻ ഡ്രോയിങ്ങിനും ഈ ടോളറൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കാണും. ഡയമെൻഷൻസിൽ കൊടുക്കുന്ന ചില ടോളറൻസ്, അത് ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കുറച്ച് അലവൻസ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കും. അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇവിടെയും അതേ സംഭവം തന്നെയാണ്. ഇത് മാക്സിമം അലോഡ് എറർ ഇൻ മെഷർമെൻ്റ് ആണ് ടോളറൻസ്. അതായത് ഒരു വാല്യൂ, സെൻസർ ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റ് എടുക്കുമ്പം അതിൽ അലോഡ് എറർ എത്രയാണെന്ന്, എറർ തന്നെ അലോ ചെയ്യാൻ കഴിയുന്ന എറർ എത്രയാണെന്ന്, അതിനെയാണ് ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോക്സിമിറ്റി സെൻസർ എടുക്കാം. ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെ പറയിലത്തെ ബമ്പറിൽ ഫിറ്റ് ചെയ്യുന്ന സെൻസറാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസർ. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ, അതിൻ്റെ പർട്ടിക്കുലർ റേഞ്ചിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അതൊരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെൻസർ എന്ന് പറയാം. അപ്പം ഇവിടെ ഒരു 10 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് 10 സെൻറ്റിമീറ്ററിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ സെൻസർ. അങ്ങനെ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴും കമ്പനിക്കാർ തന്നെ മേ ബി അതിന് അലവൻസ് കൊടുത്തിരിക്കും 10 ± 1 സെൻറ്റിമീറ്റർ എന്ന്. അതായത് 9 സെൻറ്റിമീറ്ററിനും 11 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കായിരിക്കും ആ റേഞ്ച് സത്യം പറഞ്ഞാൽ. അതായത് ചില കേസസിൽ 11 സെൻറ്റിമീറ്ററിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴേ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. 10 സെൻറ്റിമീറ്ററാണ് സ്റ്റാൻഡേർഡ് എങ്കിലും 11 സെൻറ്റിമീറ്ററിനകത്ത് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴേ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ചില സിറ്റുവേഷനിലാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ വരെ, 10 കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് വന്ന് 9 സെൻറ്റിമീറ്ററൊക്കെ ആകുമ്പോഴായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു എറർ സംഭവിച്ചാലും അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം 9 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, ആ 9 സെൻറ്റിമീറ്ററിനകത്ത് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴേക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താലും മതി. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം അപ്പം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ അലൗഡ് ആയിട്ടുള്ള കുറച്ച് എറർ അലവൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അത് പ്ലസ് മൈനസ്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൊടുക്കാം. ചിലപ്പം പോസിറ്റീവ് സൈഡിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, ചിലപ്പോൾ നെഗറ്റീവ് സൈഡിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അലോ ചെയ്യാൻ കഴിയുന്ന ആ എററിനെയാണ് ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഓരോ സിനാരിയോ അനുസരിച്ച്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത്. എല്ലാ സെൻസറിനും ടോളറൻസ് ഉണ്ട് എന്ന് മീനിങ് ഇല്ല. ചില സിറ്റുവേഷനിൽ, ഇവിടെ പ്രോക്സിമിറ്റി സെൻസറിൽ നമുക്ക് അലവൻസ് കൊടുക്കാം, കുഴപ്പമില്ല. 10 സെൻറ്റിമീറ്ററിന് വരെ 9 സെൻറ്റിമീറ്ററിനകത്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താലും മതി, നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ അലോ ചെയ്യാൻ കഴിയുന്ന എററിനെയാണ് ടോളറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റേഞ്ച് ഓർ സ്പാൻ എന്ന് പറയുന്ന സംഭവം. ഈ കാണിച്ചിരുന്ന ഫോട്ടോയിൽ റോയൽ എൻഫീൽഡിൻ്റെ സ്പീഡോമീറ്റർ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഈ സ്പീഡോമീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 0 to 160 km/h, അത്രയും സ്പീഡാണ് കാണിക്കാൻ സാധിക്കുന്നത്. അതായത് മാക്സിമം 160 km സ്പീഡിൽ ആ ബുള്ളറ്റ് മൂവ് ചെയ്യുള്ളൂ, സഞ്ചരിക്കുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു സ്പീഡോമീറ്റർ ഡിസൈൻ ചെയ്ത്, ഇങ്ങനെ റീഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
160 കിലോമീറ്ററിനകതി അതിനേക്കാളും മുകളിലത്തെ സ്പീഡ് അത് അറ്റൈൻ ചെയ്താൽ അത് ഈ ഇതിൽ കാണിക്കാൻ സാധിക്കത്തില്ല, ഈ സ്പീഡോമീറ്ററിൽ കാണിക്കാൻ സാധിക്കത്തില്ല. അത് 160 വന്ന് ലിമിറ്റ് ചെയ്ത് നിൽക്കും. 180 മേ ബി അത് മൂവ് ചെയ്താലും 160 വരെ റീഡിങ് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിലിപ്പം റേഞ്ച് എന്ന് പറയുന്നത് 0 to 160 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് റീഡിങ് കാണിക്കാൻ കഴിയുന്ന ആ ഒരു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ, അതിനെയാണ് റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ലോഡ് സെൽ എന്ന് പറയുന്ന ഡിവൈസ്. ഈ ലോഡ് സെൽ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വെയിറ്റ് മെഷർ ചെയ്യാനുള്ള ഡിവൈസിനെയാണ് ലോഡ് സെൽ എന്ന് പറയുന്നത്. നമ്മൾ സിലബസിലുള്ളതാണ് ലോഡ് സെല്ലിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കും. ഈ ലോഡ് സെല്ല് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിനിമം 20 ന്യൂട്ടണും മാക്സിമം 100 ന്യൂട്ടൺ വരെയുള്ള ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതായത് 20 ന്യൂട്ടണിൽ കുറഞ്ഞ ഫോഴ്സ് അതിന് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ 100 ന്യൂട്ടണിൽ കൂടിയ ഒരു ഫോഴ്സും അതിന് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് 20 ന്യൂട്ടനും 100 ന്യൂട്ടനും ഇടയ്ക്കുള്ള ഫോഴ്സ് മാത്രമേ മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതായത് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 to 100 ന്യൂട്ടൺസ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 160 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ 20 to 100 അതാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് മിനിമം വാല്യൂ ഒരു എക്യുപ്മെൻറ്റിന് റീഡ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ റീഡിങ് കാണിക്കാൻ കഴിയുന്ന മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും അതിൻ്റെ റേഞ്ചാണ് ഈ സ്പെസിഫൈ ചെയ്യുന്നത്. സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അതിൻ്റെ ഡിഫറൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞാൽ 80 ആണ്. 120 ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞാൽ 80 ആണ്. ഇവിടെ സ്പാൻ എത്രയാണ്? ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞാൽ 160 ആണ്. കാരണം മാക്സിമം മൈനസ് മിനിമം വാല്യൂ തന്നെയാണ് സ്പാൻ എന്ന് പറയുന്നത്. 160 മൈനസ് 0 അതായത് 160 ആണ് ഇവിടെ സ്പാൻ. ഇവിടെ സ്പാൻ എന്ന് പറയുന്നത് 80 ആണ്. 100 മൈനസ് 20 ആ ഒരു ഡിഫറൻസ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബയാസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ സെറ്റ് ഓഫ് റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ റീഡിങ്സും ഒരു സെൻസർ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുത്തതാണ്. ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുത്തതാണ്. ഒരു ബോഡി അതിൻ്റെ ആക്ച്വൽ ടെമ്പറേച്ചർ 60 ആണെങ്കിൽ അത് മെഷർ ചെയ്യുമ്പോൾ ആ സെൻസർ വെച്ച് ഒരു പർട്ടിക്കുലർ സെൻസർ വെച്ച് മെഷർ ചെയ്യുമ്പം 55 എന്ന് എഴുതി കാണിക്കുന്നു. ബോഡിയുടെ ആക്ച്വൽ ടെമ്പറേച്ചർ 65 ആണെങ്കിൽ അത് മെഷർ ചെയ്യുമ്പോൾ 60 എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. എല്ലാ മെഷർമെൻറ്റും എടുത്തിരിക്കുന്ന സെയിം സെൻസർ ഉപയോഗിച്ച് തന്നെയാണ്. 50 ആണ് ആക്ച്വൽ ബോഡിയിലെ ടെമ്പറേച്ചർ. ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ അത് സെൻസ് ചെയ്യുമ്പോൾ 45 എന്നേ കാണിക്കുന്നുള്ളൂ. ഇവിടെ 40 ആണ് ബോഡി ടെമ്പറേച്ചർ എങ്കിൽ അത് സെൻസ് ചെയ്ത് 35 ആയിട്ട് സെൻസ് ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ എപ്പോഴും ഒരു 5 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും ഈ മെഷേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഇവിടെ 60 എന്ന് പറയുന്ന മെഷർ ചെയ്യുമ്പോൾ 55 കാണിക്കുന്നുള്ളൂ. 65 ആണ് ബോഡി ടെമ്പറേച്ചർ എങ്കിൽ അത് 60 കാണിക്കുന്നുള്ളൂ. 70 ആണ് ബോഡി ടെമ്പറേച്ചർ എങ്കിൽ 65 കാണിക്കുന്നുള്ളൂ. 35 ആണ് ബോഡി ടെമ്പറേച്ചർ എങ്കിൽ അത് 30 കാണിക്കുന്നുള്ളൂ. അതായത് എപ്പോഴും ഒരു 5 ഡിഗ്രി സെൽഷ്യസ് കുറവായിട്ടാണ് ഈ മെഷേർഡ് ടെമ്പറേച്ചർ. അതിനെയാണ് ഈ ബയാസ് എന്ന് പറയുന്നത്. അതായത് മെഷേർഡ് ടെമ്പറേച്ചറിൽ എറർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എന്നത് കോൺസ്റ്റൻറ്റ് എററാണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എല്ലാ മെഷർമെൻറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മെഷർമെൻറ്റും അത് ആ ഒരു സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്യപ്പം മെഷർ ചെയ്യപ്പം എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് എററാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇവിടെ ഇപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് എററാണ് വരുന്നതെങ്കിൽ അതിന് ബയാസ് എന്ന് പറയും. ഈ എറർ വേരി ചെയ്യുന്നതെങ്കിൽ, അതായത് 5 ഡിഗ്രി ആയിരിക്കാം, ചിലപ്പം 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, ചിലപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അങ്ങനെ വേരി ചെയ്ത് വരുന്നതെങ്കിൽ അതിൻ്റെ ബയാസ് എന്ന് പറയത്തില്ല. ഒരു കോൺസ്റ്റൻറ്റ് വേരിയേഷൻ, ഒരു കോൺസ്റ്റൻറ്റ് എററാണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ ഇതിനെ ബയാസ് എന്ന് പറയാം. അതിന് നമുക്ക് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാനൊക്കെ, ഇത് കാലിബ്രേഷൻ്റെ കുറവാണെന്ന് പറയാം, ഈസി ആയിട്ട് ഈ എറർ നമുക്ക് റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് ബയാസ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ഈ രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ, ഹിസ്റ്ററിസിസും ലീനിയറിറ്റിയും. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കൺസെപ്റ്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഞാൻ അതിൻ്റെ ബേസ് മാത്രമായിട്ട് പറഞ്ഞുതരാം. ഈ ഫിഗേഴ്സ് എല്ലാം നമ്മുടെ എയർവാർക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പം ടെമ്പറേച്ചർ ആണെന്ന് തന്നെ കരുതുക. ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ലൈവായിട്ട് ഒരു സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെർട്ടൻ ഫിക്സഡ് ഇൻ്റർവെൽസിൽ അതിൻ്റെ വാല്യൂസ് സെൻസ് ചെയ്ത് നമ്മൾ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ റീഡിങ്ങിനെ പ്ലോട്ട് ചെയ്യുമ്പം ലെറ്റ്സ് സേ കർവ് 1 എന്ന് പറഞ്ഞ് വരാം. ആ റീഡിങ്സിനെ പ്ലോട്ട് ചെയ്യുകയാണ്. ഗ്രാജുവലായിട്ട് നമ്മൾ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അത് നമ്മൾ ഈക്വൽ ഇൻ്റർവെൽസിൽ അതിൻ്റെ റീഡിങ് എടുക്കുകയാണ്. ആ റീഡിങ് പ്ലോട്ട് ചെയ്യുമ്പം കർവ് 1 എന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ കൂടിയ ടെമ്പറേച്ചറിനെ അതേപോലെ തന്നെ നമ്മൾ കുറയ്ക്കുകയാണ്, അതേ പാറ്റേണിൽ തന്നെ നമ്മൾ കുറയ്ക്കുകയാണ്.
അതേ ഫിക്സഡ് ഇൻ്റർവെൽസിൽ നമ്മൾ റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീഡിങ്സ് എടുത്ത് ആ റീഡിങ്സ് പ്ലോട്ട് ചെയ്യുക. അപ്പം സത്യം പറഞ്ഞാൽ ഈ കർവ് 1 എങ്ങനെയാണോ ടെമ്പറേച്ചർ കൂടിയത് അതേ പാറ്റേണിൽ തന്നെയാണ് ടെമ്പറേച്ചർ കുറഞ്ഞും വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ റീഡിങ് എടുത്ത് ആ റീഡിങ്സിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ചിലപ്പം വേറെ ഡിഫറെൻറ്റ് കർവായിട്ടും കിട്ടുന്നത്. ആ കൂടിയ ടെമ്പറേച്ചർ കുറയുന്നത് വേറെ ഒരു പാറ്റേൺ എന്ന രീതിയിലായിരിക്കും ആ മെഷർമെൻറ്റ് കാണിക്കുന്നത്. അത് ആക്ച്വലി മെഷർ ചെയ്തതിൻ്റെ പ്രോബ്ലമാണ്. ഒരു ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ഒരു പാറ്റേണിൽ കൂടി അത് മെഷർ ചെയ്യും. ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണെങ്കിൽ അത് മെഷർ ചെയ്യുന്ന പാറ്റേൺ വേറെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഡിഫറെൻറ്റ് കർവ് വന്നത്. അതായത് ആക്ച്വലി എറർ തന്നെയാണ്. അപ്പം ഈ ഒരു ഡിഫറൻസ് ഇൻ പാത്ത് അല്ലെങ്കിൽ ആ ഡിഫറൻസ് അതിനെയാണ് ഹിസ്റ്റെറിസിസ് എന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻക്രീസിങ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന അതേ പാത്ത് തന്നെ ആയിരിക്കത്തില്ല ആ സെയിം ക്വാണ്ടിറ്റി സെയിം പാറ്റേണിൽ ഡിക്രീസ് ചെയ്യുമ്പം മെഷർ ചെയ്തെടുക്കുന്നത്. ആ മെഷർമെൻറ്റ് ആ പാറ്റേൺ അതിൻ്റെ റീഡിങ്സിൻ്റെ പാറ്റേണിൽ ചിലപ്പം ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അത് ആ സെൻസറിൻ്റെ ലിമിറ്റേഷനാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഹിസ്റ്റെറിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരുപാടുണ്ട്, അത്രയും നമുക്ക് ആവശ്യമില്ല. പിന്നെയുള്ള ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ലീനിയാരിറ്റി എന്ന് പറയുന്നത് ഒരു റീഡിങ് കാണിക്കുമ്പോൾ ലീനിയർ ആയിട്ട് വേണം ആ റീഡിങ്സ് എപ്പോഴും കാണിക്കാനായിട്ടും ചേഞ്ച് ചെയ്യാനായിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ RPM സ്പീഡ്, അതായത് RPM മെഷർ ചെയ്യുന്ന എഞ്ചിൻ്റെ RPM മെഷർ ചെയ്യാനുള്ള ഒരു സെൻസർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എഞ്ചിൻ്റെ RPM എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരുന്നതാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആക്സിലേറ്റർ കൂട്ടുന്നതനുസരിച്ച് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് RPM ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം 1000 കാണിക്കും, പിന്നെ 2000 കാണിക്കും, പിന്നെ വീണ്ടും 1000 കാണിക്കും, പിന്നെ 2200 കാണിക്കും, പിന്നെ 600 കാണിച്ചെന്നിരിക്കും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു റീഡിംഗ് ആണെന്ന് കരുതുക. അതേ റീഡിംഗ് തന്നെ ഈ നമുക്ക് റീഡിങ്സ് ആയിട്ട് കാണിക്കാൻ അത് സെൻസ് ചെയ്യുന്ന അതേ RPM തന്നെ റീഡിങ്സ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ റീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം റീഡ് ചെയ്യാനുള്ളൊരു സാവകാശം തന്നെ കിട്ടത്തില്ല. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് റീഡിങ്ങും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം അത് റീഡ് ചെയ്യാനുള്ള വായിച്ചെടുക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലീനിയർ ആയിട്ട് വേണം ഈ റീഡിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. അതായത് ഒരു വാല്യൂ കൂടിയിട്ട് കുറയുമ്പോൾ ലീനിയർ ആയിട്ട് കുറയാൻ പാടുള്ളൂ. അതായത് 1000 2000 ആയി പിന്നെ പെട്ടെന്ന് 1000 ആകുമ്പോഴത്തേക്കും ആ ഒരു ലീനിയർ ആയിട്ട് അത് കുറയാൻ പാടുള്ളൂ. പെട്ടെന്ന് 2000 1000 എന്ന് എഴുതി കാണിക്കാൻ പാടില്ല. അപ്പോൾ ലീനിയർ ആയിട്ട് വേണം അത് കുറയാനായിട്ടും കൂടാനായിട്ടും. അപ്പോൾ അതായത് നമുക്ക് വായിക്കാനുള്ളൊരു സാവകാശം വേണം. വായിക്കാനുള്ള സാവകാശം വേണമെങ്കിൽ ആ റീഡിങ്സിനെ ഒരു ലീനിയർ ആയിട്ട് ഉള്ള രീതിയിലൂടെ അത് കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനെയാണ് ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് ഒഴിവാക്കി, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഒഴിവാക്കി ഒരു ലീനിയർ രീതിയിലൂടെ ആ റീഡിങ്സ് നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ വായിച്ചെടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ലീനിയാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്ന് പറയുന്ന സംഭവം. 16 എണ്ണമുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നാലും എയർവാക്കിൻ്റെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.